IFEHന്റെ 1710 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അനിത സോമൻ ഡോക്ടറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരള. അന്തരിച്ച ശ്രീ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറുടെ ആരാധിക. 40 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇതിനോടകം അനേകം വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുള്ള ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണ് ഇന്നുള്ളത്. ഇന്നും നമുക്ക് ഡോക്ടറിൽ നിന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് അനിത സോമൻ ഡോക്ടറിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. അനിത സോമൻ ഡോക്ടർ എത്തിയിട്ടുണ്ടോ? ഡോക്ടർക്ക് കോഹോസ്റ്റ് ആക്കാം. താങ്ക് യു. സ്ക്രീൻ ഷെയർ ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിലെ വജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹെൽമാനിന് എൻ്റെ പ്രണാമം. അതോടൊപ്പം തന്നെ എൻ്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ സാറിനും അദ്ദേഹത്തിൻ്റെ മകനായ ഡോക്ടർ അംബരീഷ് വിജയ്ക്കർ സാറിനും എൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ 2 കേസുകളാണ് പ്രസന്റ് ചെയ്യുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു 63 വയസ്സുള്ള മെയിൽ പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് 13/4/25 വന്നു. അലർജിക് കോഫ് ആയിട്ടാണ് വന്നത്. അലർജിക് കോഫ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരന് ഒരു 6-7 മാസമായിട്ട് തുടങ്ങിയതാണ്. പുള്ളിക്കാരന് ടൈപ്പ് 2 ഡയബറ്റീസ് 10 വർഷമായി തുടങ്ങിയിട്ട്. അലർജിക് കോഫ് ഒരു പ്രത്യേക ടൈപ്പ് കോഫാണ്. ഞാൻ ഈ ചുമ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സഫോക്കേഷൻ വന്നിട്ട് ആള് കോമ സ്റ്റേജിൽ അങ്ങ് പോകും. അങ്ങ് തല ഇറങ്ങി അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അടുത്ത ഹോസ്പിറ്റലിൽ, എന്നിട്ട് ഓക്സിജനും കൊടുത്ത് പിന്നെ ICUയിൽ കയറ്റി അങ്ങനെ ഒരാഴ്ച കിടക്കും. അത് കഴിഞ്ഞിട്ട് ഈ എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. പിന്നെയും ചുമയുണ്ടാകും. ചുമയുണ്ടായിട്ട് ചിലപ്പോൾ രാത്രിയിലായിരിക്കും ചുമയുണ്ടായിട്ട് ഇതുപോലെ അങ്ങ് കോമ സ്റ്റേജിൽ അങ്ങ് പോകും. ഇതാണ് പുള്ളിക്കാരൻ്റെ സിംറ്റം ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് മെഡിസിൻ അലോപ്പതിക്കാരൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാകുന്ന ആസിഡോസിസ് ആയിരിക്കാം. അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്താണ് കാരണമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്. ഹോമിയോയിൽ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോന്ന് വെറുതെ ഒന്ന് ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാനത് റൂബ്രിക്കായിട്ട് മാറ്റി പുള്ളിക്കാരൻ പറഞ്ഞ സിംറ്റം വെച്ചിട്ട് കോഫ് സഫോക്കേറ്റീവ് എടുത്തു. കോമ റെസ്പിറേഷൻ, അറസ്റ്റഡ് റെസ്പിറേഷൻ വിത്ത് റെസ്പിറേഷൻ അങ്ങ് അറസ്റ്റ് ആകുകയാണ്. കോമ അപ്പോപ്ലെക്റ്റിക്, അയാൾ ബോധം കെട്ട് വീഴുകയാണ്, അപ്പോപ്ലെക്സിയ വരികയാണ്. കോമ അസിഡോസിസ് വിത്ത് റെസ്പിറേഷൻ, കോമ അസ്ഫിക്സിയ വിത്ത്. അപ്പൊ ഞാൻ ഇത് ചോദിച്ച് കോമ ഇത് വരുന്നതെല്ലാം ഈ കോഫ് തുടങ്ങിയിട്ട് ഒരു 6-7 മാസമായി. അപ്പൊ അതിനു മുന്നേ പുള്ളിക്കാരൻ ഗൾഫിലാണ് വർക്ക് ചെയ്തത്. ഗൾഫിൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയിലെ മാനേജറായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കംപ്ലൈന്റ് വരുന്നത്, ഈ കോഫ് ഉണ്ടാകുന്നത്. എന്നിട്ട് ബോധം കെട്ട് വീഴുന്നു, അവിടെ വെച്ച് വീഴുന്നു. അങ്ങനെ അവരൊരു 3 പ്രാവശ്യം ആയപ്പോഴാണ് അവര് പുള്ളിക്കാരൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അത് റിസൈൻ ചെയ്തിട്ട് പോരായിരുന്നു. അവർക്ക് പക്ഷെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച എന്താ ക്വാളിഫിക്കേഷൻ? പുള്ളിക്കാരൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഏതോ ടെക്നിക്കലായിട്ടുള്ള പഠിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളപ്പം മാനേജർ ആയല്ലോ, ഒരു അമേരിക്കൻ കമ്പനിയിൽ മാനേജറൊക്കെ ആകണമെങ്കിൽ അത്രയും നല്ല പോസ്റ്റ് വരണമല്ലോ, അത് എങ്ങനെ സാധിച്ചു? അത് എനിക്ക് നല്ല കഴിവായി, എനിക്ക് ലിംഗ്വിസ്റ്റിക് ക്വാളിറ്റി നല്ലപോലെ ഉണ്ട്. ഏത് ഭാഷ വേണമെങ്കിലും എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അറബി ആയാലും എല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഉയർന്നു വന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ച്, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ആസ്മയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, ചെറുപ്പത്തിൽ എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു.
ഒരു 14 വയസ്സ് വരെ ആസ്മയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചെസ്റ്റ് കംപ്ലൈന്റ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയാലും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ആയാലും ഏത് കംപ്ലൈന്റ് വന്നാലും GNM അനുസരിച്ച് നമ്മൾ പേടിച്ചാലേ വരത്തുള്ളൂ. പേടിയാണ് അവിടെ ഏറ്റവും കോസ് എന്ന് പറയുന്നത്. ഫിയർ ആണ്. ഫിയറിനോട് ബേസിക് കോസ് ഫിയർ ആണ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ കഫം കെട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രീഫ് ഉണ്ടാകും. ആ കഫത്തിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ, ഗ്രീഫിനെ താങ്ങാന്. അതേസമയം കൺസ്ട്രക്ഷൻ ഓഫ് ബ്രോങ്കൈ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതോടൊപ്പം സപ്രസ്ഡ് ആങ്കറും കൂടെ കാണും. അപ്പൊ ഫിയർ ആണ് ഏറ്റവും ബേസിക് കോസ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചെറുപ്പത്തിൽ എന്തായിരുന്നു പേടി ഇദ്ദേഹത്തിന്? ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിട്ടുണ്ടല്ലോ, ഇല്ലാതെ ഒരിക്കലും ചെസ്റ്റിനെ ബാധിക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ എന്തോ നല്ല പേടിയുണ്ട്, എന്തായിരുന്നു അന്നത്തെ? അപ്പൊ പുള്ളിക്കാരൻ പക്ഷെ ഇമോഷണലി ആയി, തൊണ്ടയൊക്കെ ഇട്ടറി. എന്നിട്ട് പറഞ്ഞ്, ഞാനാണ് മൂത്ത കുട്ടി, എൻ്റെ ഇളയത് ഒരു പെൺകുട്ടിയാണ്, എൻ്റെ 4 വയസ്സിന് ഇളയതാണ്, പിന്നെ 4 വയസ്സിന് ഇളയത്, എന്നാൽ 8 വയസ്സിന് ഇളയതാണ് ആൺകുട്ടി. അപ്പൊ ഈ കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ തല്ലുന്നത് എന്നെയാണ്. ഞാനൊന്നും കാണിക്കാറില്ല, പക്ഷെ അച്ഛൻ എന്നെയാണ് ഈ കുട്ടികളെ നിന്നെ കണ്ടു പഠിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ അടിക്കും. എനിക്ക് അച്ഛൻ വരുന്ന കാണുമ്പോഴേ വിറയ്ക്കും ഞാനങ്ങ്, അത്രയ്ക്ക് എനിക്ക് പേടിയാണ്. ഇന്ന് ആ പിള്ളേർ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് അമ്മ പറഞ്ഞു കൊടുത്താൽ അടി എനിക്കാണ് കിട്ടുന്നത്. അത്രയും ഞാൻ ആ പേടി എനിക്ക് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എന്നാൽ ആ പേടി എനിക്ക് വിട്ടുമാറിയിട്ടില്ല ഡോക്ടർ. ഞാൻ അത്രയും പേടി എനിക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെയാണ് എന്നെ ശിക്ഷിച്ചാണ് വളർത്തിയെന്ന് പറഞ്ഞു. അത് അപ്പൊ ഞാൻ എടുത്തത് അതൊരു സിബിലിറ്റിക് സിംറ്റമാണ്. അപ്പൊ ഞാൻ അതെടുത്തത് ഒരു ഡെലീരിയസ് സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുള്ളിക്കാരന്റെ കൺട്രോളിൽ ഇല്ലാത്ത സ്റ്റേറ്റ് ആണ്. അത് ഫിയർ ട്രമുലസ്. ഇത് പ്രഫുൽ വിജയക്ക സാർ എന്നെ പഠിപ്പിച്ചതെന്നാണ്. ഫിയർ ട്രമുലസ്, ഞാൻ ട്രംബ്ലിങ്, ഫിയർ കൊണ്ട് ട്രംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഫിയർ ട്രമുലസ് എന്ന് പറയുന്ന ഒരു സിബിലിറ്റിക്ക് റൂബ്രിക്കാണ്. അതുകൂടെ ഞാൻ എടുത്തു. ഇത് ഇത്രയും എടുത്തു. കഫ് സഫോക്കേറ്റീവ് എടുത്ത്, കോമ റെസ്പിറേഷൻ അറസ്റ്റഡ് റെസ്പിറേഷൻ വിത്ത് എടുത്ത്, കോമ അപ്പോപ്ലാറ്റിക് എടുത്ത്, കോമ ആസിഡോസിസ് വിത്ത് റെസ്പിറേറ്ററി, കോമ ആസ്ഫിക്സിയ വിത്ത് ആൻഡ് ഫിയർ ട്രമുലസ്. ഇതെല്ലാം കവർ ചെയ്യുന്ന ഒറ്റ റെമഡിയേ ഉള്ളായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് ഓപ്പിയം. പുള്ളിക്കാരന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓപ്പിയത്തിന്റെ ക്യാരക്ടറാണ്. ഓപ്പിയം എന്ന് പറയുന്നത് കഞ്ചാവാണല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ പ്രൂവ് ചെയ്യുമ്പോൾ ലാക്ക് ഓഫ് റിയാക്ഷൻ വിത്ത് സ്ലീപ്നെസ് ആയിരിക്കാം. നേരെ ഓപ്പോസിറ്റ് അവരിൽ തന്നെ കാണിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി, ഹൈപ്പർ എക്സൈറ്റ്മെന്റും കാണും, ഓവർ എക്സൈറ്റ്മെന്റ് വിത്ത് സ്ലീപ്നെസ്സും കാണും. ഇവരെന്ന് പറയുന്നത് ഭയങ്കര മെന്റലി ഭയങ്കര ഇന്റലിജന്റ് ആണ്. മെന്റലി ഭയങ്കര വൈവേഷ്യസ് ആൻഡ് എലക്വന്റ് ആണ്. അവർ ഏത് സാഹചര്യത്തെയും മാനേജ് ചെയ്യാൻ അവർക്ക് ഭയങ്കര കഴിവാണ്. ഈ വക്കീലന്മാരും അതുപോലെ ഈ പോളിറ്റീഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, ചില ഓപ്പിയം പോളിറ്റീഷ്യൻസ് ഒക്കെ ഭയങ്കര, അവർക്ക് ഏത് പിന്നെ അവർക്ക് ലിംഗ്വിസ്റ്റിക് നല്ല ലാംഗ്വേജ് നല്ലപോലെ യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇതെല്ലാം ഈ പുള്ളിക്കാരൻ്റെ ഞാൻ കണ്ടു. അപ്പൊ ഈ ഞാൻ കൺഫേം ചെയ്തു. പിന്നെ ഇതിന്റെ ഓപ്പിയത്തിന്റെ വേറെ സിംറ്റം ഉണ്ട്. എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റ്, ഓൾഡ് ഫ്രൈറ്റ്, 2 റെമഡീസേ ഉള്ളു, ദാറ്റ് ഈസ് ഓപ്പിയം ആൻഡ് നാട്രമോർ. പിന്നെ എയിൽമെന്റ്സ് ഫ്രം സഡൻ ജോയ് അല്ലെങ്കിൽ എക്സസീവ് ജോയ് വന്നാൽ 2 റെമഡിയേ ഉള്ളൂ, ഓപ്പിയം ആൻഡ് കോഫിയ. അതുപോലെ കോമ ഫ്രം ഇഞ്ചുറി ഓർ ഫ്രൈറ്റ് ഓർ അപ്പോപ്ലെക്സി നിന്ന് കോമ വരികയാണെങ്കിലും ഓപ്പിയോ ആണ് റെമഡി. എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റിൽ നിന്നും വരുന്ന റെമഡി ഓപ്പിയോ ആണ്. അതുപോലെ കംപ്ലൈൻസ് ഇൻ ചിൽഡ്രൻ എന്ത് അസുഖം വന്നാലും പ്രഗ്നന്റ് മദർ ആയിരുന്നപ്പോൾ അമ്മയ്ക്ക് ഫ്രൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഉണ്ടെങ്കിൽ ഓപ്പിയോ ആയിരിക്കും റെമഡി. ഇതൊക്കെ നമുക്ക് കൺഫർമേറ്ററി, ഇതൊക്കെ പ്രൂവ് ചെയ്തതാണ്. ഹനുമാൻ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. ആ കുട്ടിക്ക് എന്ത് അസുഖം, ജനറ്റിക് ആയിട്ടുള്ള കംപ്ലൈന്റ് ആയാലും കൺജനിറ്റൽ ആയിട്ടുള്ള കംപ്ലൈന്റ് ആയാലും അമ്മ പേടിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റ് ഇൻ പ്രഗ്നന്റ് മദറിൽ ഉണ്ടാകുകയാണെങ്കിൽ, ആ കണ്ടീഷനിൽ കംപ്ലൈൻസ് വരികയാണെങ്കിൽ ഓപ്പിയം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അവരെപ്പോഴും കണ്ടന്റഡ് ബിഹേവിയർ ആണ്, എപ്പോഴും സംതൃപ്തിയാണ്. കണ്ടന്റഡ് സൈക്കോട്ടിക് ആയിട്ടും വരാം, സിബിലിറ്റിക് ആയിട്ടും വരാം. കണ്ടന്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ബിനവലൻസ് ആവും.
എന്നിട്ട് എല്ലാവർക്കും വാരി കൊടുക്കും. എന്നാ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അത് വീടും നോക്കാതെ ഹെൽപ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്ക് അത് സിഫിലിറ്റിക് ആവുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഇവർ ഭയങ്കര ഷാർപ്പ് മൈൻഡ് ആണെങ്കിലും ഫിസിക്കലി വളരെ സ്ലോയും ആൻഡ് ടോർപ്പറസ് ആയിരിക്കും, ഭയങ്കര വീക്കായിരിക്കും, അവർ ഭയങ്കര വീക്കായിരിക്കും. അതാണ് ഈ ഓപ്പിയത്തിന്റെ ക്യാരക്ടേഴ്സ്. അങ്ങനെ അയാൾക്ക് ഞാൻ അപ്പൊ അയാൾക്ക് അപ്പോഴും ചുമയുണ്ട്. അപ്പൊ പറഞ്ഞു, ഡോക്ടർ ഇനി എനിക്ക് ചുമ വന്ന് ഇവിടെ വെച്ച് ഞാൻ വല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുമ്പോൾ ഒത്തപ്പാടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, നോക്കട്ടെ, ഞാൻ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊന്ന് തന്നു നോക്കാം. ഞാൻ ഓപ്പിയം 10 അദ്ദേഹത്തിന് വായിൽ അപ്പോഴും 2 തുള്ളി ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോഴും ചുമക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അക്യൂട്ട് റെമഡി ആയിട്ട് ഞാൻ അക്കണൈറ്റ് 30 കൊടുത്തത്, 1/2 ounce മെഡിക്കേറ്റഡ് പിൽസ് ആയിട്ട് കൊടുത്തു. നിങ്ങൾക്ക് അക്യൂട്ടായിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വരികയാണെങ്കിൽ ഈ റെമഡി 4 ഗുളിക വെച്ച് ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിച്ചാൽ മതി, കുറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്, പ്രബിൾ ജേക്കബ് സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും 200 പൊട്ടൻസി റെമഡി കൊടുത്തെങ്കിൽ മാത്രമേ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിട്ട് 200 കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജനറ്റിക് സ്റ്റെം സെല്ലിൽ ചെന്ന് ആക്ട് ചെയ്യുള്ളൂ. എന്നാൽ സ്റ്റെം സെല്ല് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ അവിടെ 200 സിംഗിൾ ഡോസ് മിനിമം ഡോസ് ആയിട്ട് കൊടുത്തു നോക്കുക. കൊടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും ബോഡി മൈൻഡിൽ നിന്ന് ബോഡിയിലോട്ട് കറക്റ്റ് വരും. മൈൻഡും സിംറ്റവും വരാം, ഫിസിക്കൽ സിംറ്റംസും വരാം. മൈൻഡ് അവർ അലേർട്ടായിരിക്കും, എപ്പോഴും ഭയങ്കര അലേർട്ടായിരിക്കും, കാരണം ഭയങ്കര ഉറക്കമുണ്ട്. അതേസമയം സിബിലിറ്റിക്കലായിട്ടുള്ള സിംറ്റം വന്നു കഴിഞ്ഞാൽ സ്ലീപ്ലെസ്നെസ് ആണ്. ചെറിയ ടിക് ടോക്ക് ഒന്ന് ഈ ക്ലോക്ക് പോലും ടിക് ടോക്ക് അടിച്ചാൽ അവർ ഉണരും. അത്രയും ഈ കണ്ടീഷനാണ്, 2 ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഓപ്പിയത്തിന് കാണുന്നത്. ഞാൻ ഓപ്പിയം 200 1 ഡോസ് പൗഡറിൽ 2 ഡ്രോപ്പ് ഒഴിച്ച് അത് പിറ്റേന്ന് രാവിലെ കഴിക്കാൻ കൊടുത്തിട്ട് അക്കണേറ്റ് ഞാൻ 30 1/2 ounce പിന്നെ PL 1/2 ounce കൊടുത്തു. പേഷ്യന്റിനെ ഞാൻ 13/4 ഇത് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യന്റ് ഞാൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ റിസൾട്ട് ഒന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഒരാഴ്ച കഴിഞ്ഞ് പുള്ളിക്കാരൻ തന്നെ എന്നെ വിളിച്ചു. ഈ 22/4 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ നല്ല ആശ്വാസമുണ്ട്, എനിക്കിപ്പോ എന്തായാലും അതിന് ഡോക്ടറുടെ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് അപ്പോപ്ലക്സി വന്നിട്ടില്ല, അല്ലെങ്കിൽ റെസ്പിറേഷൻ അറസ്റ്റ് ചെയ്തിട്ടില്ല, അസ്ഫിക്സിയ വന്നിട്ടില്ല. അപ്പൊ അത് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ചുമ ചെറുതായിട്ടുണ്ട്, പക്ഷെ ഞാൻ കോമ സ്റ്റേജിൽ പോയിട്ടേ ഇല്ല, അതിനുശേഷം പോയിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പൊ അതൊരു നല്ല റിസൾട്ടായിട്ട് തോന്നുന്നെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാം, കാരണം ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു 6-7 മാസത്തിനകത്ത് വന്നതല്ലേ. അപ്പോൾ ഈ നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് കുറഞ്ഞെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വിട്ടേക്കാണ്. അടുത്തൊരു കേസ് ഒരു 35 വയസ്സുള്ള മെയിലാണ്. അത് നിങ്ങൾക്ക് എല്ലാം പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ വർക്കല തന്നെ ഒരു 5 കുടുംബാംഗങ്ങൾ ഇത് വന്നിട്ട് ഇലക്ട്രിക് ഷോക്ക് വന്നിട്ട് പോയിസണസ് പുക ശ്വസിച്ച് ഒരു വീട്ടിൽ മരിച്ചു എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അതില് അച്ഛൻ, അമ്മ, ആസലാസ്, ഇളയ മകൻ എൻ്റെ പിന്നെ ഈ 2ാമത്തെ മകൻ, ഈ ഇപ്പൊ പറഞ്ഞ 35 വയസ്സുള്ള പയ്യന്റെ ഭാര്യയും കുഞ്ഞും 1.5 വയസ്സുള്ള കുഞ്ഞും മരിച്ചുപോയി. ഈ പുക ശ്വസിച്ച് മരിച്ചുപോയി. ഈ പയ്യൻ മാത്രം രക്ഷപ്പെട്ടു. ഈ പയ്യൻ രക്ഷപ്പെടാൻ കാരണം ഈ പയ്യൻ ഇങ്ങനെ എന്തോ ഒരു ശ്വസിക്കുന്ന പോലെ പുള്ളിക്കാരനെ തോന്നി. പക്ഷെ അപ്പോഴും പുള്ളിക്കാരന്റെ വൈഫും കുഞ്ഞും ബാത്റൂമിലോ കയറി കതകടച്ചു. അപ്പൊ ഈ പുള്ളിക്കാരന് ശ്വാസം കിട്ടാതെ തോന്നി, പുള്ളിക്കാരൻ ഇറങ്ങി ഓടി. അപ്പോഴത്തേക്ക് പൊള്ളലേറ്റെന്ന് പറഞ്ഞു, നെഞ്ചിന് പൊള്ളലേറ്റെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ വന്ന് ഫയർഫോഴ്സ് എല്ലാം വന്ന് തല്ലിപ്പൊളിച്ച് അങ്ങനെ കയറ്റി ഈ പയ്യനെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം പുള്ളിക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ സ്വഭാവം തന്നെ മാറിപ്പോയി. പുള്ളിക്കാരന് ഒരു ഡെലീരിയസ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. എല്ലാവരെയും
അങ്ങ് ചീത്ത വിളിയാണ്. ഭയങ്കര ഡെലിവറി സ്റ്റേറ്റിൽ അങ്ങ് നിൽക്കുന്നത്. ഒട്ടും താങ്ങാവുന്നതില്ല. ഇത് വന്ന് പറയുന്ന, ഞാൻ ഈ പയ്യനെ കണ്ടിട്ടേ ഇല്ല, 35 വയസ്സുള്ള ഈ പയ്യനെ കണ്ടിട്ടേ ഇല്ല. പയ്യന്റെ സിസ്റ്ററിലായാണ് എന്നെ വന്ന് കാണുന്നത്. സിസ്റ്ററിലായെന്ന് പറഞ്ഞാൽ മൂത്ത ബ്രദറും ഈ സിസ്റ്റർ ഭാര്യയും 2 പിള്ളേരും ഇപ്പൊ ഇവിടെ ഉണ്ട്. കാരണം അച്ഛനമ്മ എല്ലാം മരിച്ചുപോയി. അപ്പൊ ഈ പയ്യനെ നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. പയ്യൻ ഈ മൂത്ത ബ്രദറിനെയും ബ്രദറിന്റെ ഭാര്യയും 2 പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടിച്ച് കീറാനായിട്ടാണ് നിൽക്കുന്നത്. അത്ര ഭയങ്കര വയലന്റ് നേച്ചർ. അപ്പൊ ഇവർക്കെല്ലാം ഭയങ്കര പേടി. എങ്ങനെയെങ്കിലും ഡോക്ടറെ എന്ന് രക്ഷപ്പെടുത്തിയ ഇത് വളരെ നല്ലതായിരുന്നു. കാരണം ഇവരുടെ ഈ മരിച്ചുപോയ അവിടുത്തെ ഗൃഹനാഥന്റെ സഹോദരിയുടെ മോനെ ഞാൻ സുഖപ്പെടുത്തിയായിരുന്നു. ഇതുപോലെ ഒരു മെന്റൽ ഡിസീസ് ഉള്ള ചെറുക്കന. അത് ഞാൻ ഇവിടെ കേസ് പ്രസന്റ് ചെയ്തിട്ടുള്ള. ആ പയ്യനെ സുഖപ്പെടുത്തിയതുകൊണ്ട് അവരാണ് ഈ കേസ് കൊണ്ടുവന്നത്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഒട്ടും വിശ്വാസമില്ല. അത്ര ഭയങ്കരമായിട്ടാണ്. ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക്. ഞാൻ എടുത്ത റൂബ്രിക് എന്ന് പറഞ്ഞാൽ ഡെലീറിയം സ്റ്റേറ്റ് ആണ്. ഈ പയ്യനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡെലീറിയം റേജിങ് എന്നാണ്. ദേഷ്യം കൊണ്ട് ടോയ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ദേഷ്യം. റേജ് വയലന്റ് റേജ് ആണ്. പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഈ മൂത്ത ബ്രദറിനെയൊക്കെ കടിച്ചു കീറാനുള്ള ദേഷ്യം അവരെയൊക്കെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. വെറും എന്നുവെച്ചാൽ ഇവന്റെ 4, 5, 6 വയസ്സിന് മൂത്തതാണ്. എന്നിട്ട് ആ ബ്രദറിനോടൊക്കെ ഈ ബ്രദറിന്റെ ഭാര്യയോടും പിള്ളേരോടും എല്ലാം ഭയങ്കരമായിട്ടാണ് വെറും വൃത്തികെട്ട രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു കണ്ടംപ്റ്റസ്, എല്ലാവരെയും ഒരു അടിമയെ പോലെ അവന്റെ താഴെക്കടയിൽ കിടക്കുന്ന കണക്കുള്ള ബിഹേവിയർ. അതുകൊണ്ട് ഞാൻ കണ്ടംപ്റ്റസ് ഒന്ന് എടുത്ത്, പിന്നെ മാനിയ റേജ് വിത്ത് എല്ലാം എടുത്ത്, മാനിയ എടുത്ത്, വയലന്റ് എടുത്ത്, ഡെലീറിയം റേജിങ് ഇതെല്ലാം എടുത്തപ്പോ ഇതെല്ലാം കവർ ചെയ്യുന്ന മരുന്ന് വന്നത് സ്ട്രമോണിയ ആണ്. അപ്പൊ ഹനിമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 221ാമത്തെ അഫറസ്, ലേറ്റന്റ് സോറ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ വെജിറ്റബിൾ ഡ്രഗ് റെമഡീസേ കൊടുക്കാവൂ. അതും ഹൈ പൊട്ടൻഷ്യല് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണമെന്നാണ് ഹനിമാൻ പറഞ്ഞേക്കുന്നത്. 222 ഹനിമാൻ പറയുന്നുണ്ട് അത് സബ്സൈഡ് ചെയ്താൽ, ഈ വയലൻസി സബ്സൈഡ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ ആന്റിസോറിക്ക് കണ്ടുപിടിച്ചിരിക്കണം, ആന്റിസോറിക്ക് റെമഡി കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ആ കേസ് ഫ്ലോപ്പായി പോകും. അത് ഹനിമാൻ തന്നെ ഈ അഫോർസൻ 2 വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത്രയും ഇത്. അപ്പൊ ഞാൻ സ്ട്രമോണിയ ആണ് ഈ പയ്യന്റെ റെമഡി വന്നത്. പക്ഷെ ഈ പയ്യന്റെ എനിക്ക് ഇതും കിട്ടണം, ഏതാണ് ആന്റിസോറിക്ക് റെമഡി കണ്ടുപിടിച്ചെങ്കിലേ പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ ഉടനെ അത് കൊടുക്കുകയും വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ആളുകളോടുള്ളത്. അപ്പൊ ഇവരാണ് ഞങ്ങളുടെ ഈ വർക്കലയിലുള്ള വെജിറ്റബിൾസ് മൊത്തവും ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഇവരാണ്. എല്ലാ കടകളിലും വെജിറ്റബിൾസ് എത്തിക്കുന്ന ഇവരാണ്. അപ്പൊ ഭയങ്കര ഒരു കടയാണ് അവരുടെ ഹോൾസെയിൽ കട. അപ്പൊ അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. ഇവന്റെ അച്ഛൻ്റെ മൂത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാര് പോലുള്ള ആളുകളും പണ്ടേ ചെയ്യുന്ന ആളുകളുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന. അപ്പൊ അവരടുത്തല്ല ഇവൻ എന്താണ് ഭയങ്കരമായിട്ട് അവരെ ചീത്ത വിളിക്കും. അതെന്ന് കഴിഞ്ഞാൽ മൂത്തവരെന്നൊന്നും നോക്കാതെ അവരോടൊക്കെ ഭയങ്കരമായിട്ട് വെറും വൃത്തികേടായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത കണ്ടംപ്റ്റസ് റിലേഷനോട് അവരെ എല്ലാം പുച്ഛിച്ചങ്ങ് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡെലീരിയം അബാൻഡൻഡ് റിലേറ്റീവ്സ്, അവന്റെ സ്വന്തം ബ്രദറിനെയും സിസ്റ്ററിലായെയും കൊച്ചുങ്ങളെയും എല്ലാം അബാൻഡൻ ചെയ്യണം. അവന് ഇഷ്ടമേ അല്ല, അവരെ ഒന്നും ഇഷ്ടമല്ല. അവരെല്ലാം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ടാണ് പറയുന്നത്. അതുപോലെ ഏത് കാര്യം ചെയ്യുന്നു അവിടെ എല്ലാം എടുത്ത് ഇവര് ചെന്ന എന്തെങ്കിലും കൊച്ചുങ്ങളെ, ഒരു ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ 4 വയസ്സേ ഉള്ളു, ആ കുഞ്ഞിയെന്ന് അവന്റെ കഥകിലും മുട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അവിടെ അവന്റെ മുറിയിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് ഈ കൊച്ചിന്റെ എറിയാനായിട്ട് ശ്രമിക്കും. അത്ര ഭയങ്കര ദേഷ്യമാണ്. ഡെലീറിയം അബ്സേർഡ് തിങ്സ് ഡസ്, അവൻ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ അസംബന്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇതെല്ലാം ആ പെൺകുട്ടിയിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ പെൺകുട്ടി പറഞ്ഞത് ഇതിനെല്ലാം കാരണം ഡോക്ടറെ അവന്റെ മനസ്സിൽ തോന്നുന്നായിരിക്കും, അവനെ എല്ലാവരും അപമാനിക്കുന്നു, അവനെ മാത്രം രക്ഷപ്പെടാൻ ശ്രമിച്ചു, അവന്റെ ഭാര്യയും കുഞ്ഞിനെ അവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് അവന് സ്വയം തോന്നുന്നതായിരിക്കും ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത ഡെലൂഷൻ, ഡിസ്ഗ്രേസ്ഡ്, അവന് തന്നെ സ്വയം തോന്നുന്നു
അവൻ അവനോട് തന്നെ അപമാനം തോന്നുന്നു. ആ ഒരു റൂബ്രിക്കൂടെ എടുത്തപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ സിക്കേൽ കോറാണ് കേട്ടോ. സിക്കേൽ കോറാണ് ഇവന്റെ റെമഡി എന്ന് എനിക്ക് മനസ്സിലായി. സിക്കേൽ കോർ 2 ഡോസും കൊടുത്ത്. അപ്പൊ ഇവൻ മരുന്ന് കഴിക്കൂല, ഇവര് രഹസ്യമായിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഈ പെൺകുട്ടി. അപ്പൊ അത് പറഞ്ഞ അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കും, അത് പൗഡർ ആണെങ്കിലേ പറ്റുള്ളൂ ഡോക്ടറെ, അല്ലാതെ ഗുളികയൊന്നും കൊടുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ പൗഡർ ഫോമിൽ തരാം, രാവിലെയും രാത്രിയും വെച്ച് കൊടുക്ക്. സ്ട്രമോണിയം ആദ്യം ഞാൻ 50 ml ഒരു 10 ഡോസ് പൗഡർ കൊടുത്തു. എന്നിട്ട് ഞാൻ രാവിലെയും രാത്രിയും വെച്ച് കൊടുക്ക്. 10 അല്ല 15 പൗഡർ കൊടുത്ത് രാവിലെയും രാത്രിയും വെച്ച് കൊടുക്ക്. അത് രാവിലെ എന്ന് പറയുന്നത് അവൻ 11-12 മണിയൊക്കെയാണ് എഴുന്നേക്കുന്നത്. അപ്പൊ ഇവര് അവന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, ഒരു ടീപ്പ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് ഈ ചായ കൊണ്ട് അവിടെ വെക്കും. അപ്പൊ അത് തണുത്തിട്ടേ കുടിക്കോളെന്ന് തോന്നുന്നു. അതില് ഇത് കലക്കാൻ പറഞ്ഞേ. എന്നിട്ട് രാത്രി ഇവൻ 1 മണിക്കൊക്കെയാണ് വരുന്നത്. വരുമ്പോഴ് ഇവര് ജ്യൂസ് വെച്ചേക്കണം. ഇതൊക്കെ ഭയങ്കര നിർബന്ധമാണ് അവന്. ഇതെല്ലാം ഇവര് അടിമകളെ പോലെ എല്ലാം ചെയ്യണം. അപ്പൊ ആ ജ്യൂസ് അവിടെ വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ ജ്യൂസിലും കലക്കി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെയും രാത്രിയും വെച്ച് 7 ദിവസം കൊടുക്കാൻ പറഞ്ഞേ. 14 പൊടി കൊടുത്തു. 7 ദിവസം കൊടുത്തിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ 2 പൊതിപ്പൊടി ഞാൻ കൊടുത്ത് ആ പൊടി രാത്രി മാത്രം കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയാം എങ്ങനെയുണ്ട്. അപ്പൊ പുള്ളിക്കാരി 7ാമത്തെ ദിവസം എന്നെ വിളിച്ചു, ഡോക്ടറെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന, എന്റെ ഇളയ കുഞ്ഞിനെ പിടിച്ച് മുറിയുടെ അകത്ത് കയറ്റി. ഞാൻ ഭയങ്കര മാറ്റം ഡോക്ടറെ, എന്നെ ഡോക്ടറെ അടുത്ത് എത്തിച്ചത് ദൈവമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മാറ്റമുണ്ട് ഡോക്ടറെ. അയ്യോ എനിക്ക് ഭയങ്കര വിശ്വാസം ഭയങ്കരമായിട്ട് തോന്നി. എനിക്ക് മനസമാധാനമുണ്ട്. മറ്റേ വീട്ടില് മനസമാധാനം ഇല്ലാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു. ഇപ്പൊ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മാറ്റം വരും, തീർച്ചയായിട്ടും മാറ്റം വരും. നിങ്ങൾ അടുത്ത 2 പൊടിയൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ മാറ്റം വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ 25/3/25 കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് വരുന്നത് 9/4/25 വന്നിട്ട് മാറ്റമുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞ് ആ 2 പൊടിയും കൊടുത്തിട്ട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ SLA കൊടുത്തോണ്ട് ഒരു 14 ഡോസ് SL കൊടുത്തു. രാത്രി മാത്രം കൊടുത്താൽ മതി, 14 ദിവസം കൊടുക്കാൻ പറഞ്ഞു. SL കൊടുത്തു. ഇപ്പൊ 21/4 വീണ്ടും വന്നു, ആ പൊടി തീർന്നെന്നും പറഞ്ഞ് വന്ന്. പിന്നെയും ഞാൻ ഒരു 10 പൊടിയൂടെ കൊടുത്തു, രാത്രി മാത്രം കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 3/5 വന്നു, എൻ്റെ അടുത്ത് വന്നോട്ട് പറഞ്ഞ്. അപ്പൊ പറഞ്ഞ് എനിക്കൊന്ന് കല്യാണം കഴിപ്പിക്കണം. എന്നെ വിളിച്ചു പറഞ്ഞ് അവനെ ഒന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഡോക്ടറെ, അതൊന്നും ഉണ്ടാക്കൂല. അപ്പൊ അതിനൂടെ ഡോക്ടർ ഒന്ന് ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, നമുക്ക് ശ്രമിക്കാം, നമുക്ക് പതുക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ 21/4 എന്നെ വിളിച്ചു പറഞ്ഞ് 21 28/4 വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ അവ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സീരിയൽ നടി അവന്റെ ഇൻസ്റ്റാഗ്രാമില് അവനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അവൾ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി അതൊന്ന് നോക്ക്, ആ പെണ്ണ് പക്ഷെ ഭയങ്കര സുന്ദരി പെണ്ണാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ചെറുക്കൻ നല്ല പേരെന്ന് ഈ പെൺകുട്ടി പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഡോക്ടറെ സീരിയൽ നടിയൊന്നും വിശ്വസിക്കാൻ ഒക്കില്ല ഡോക്ടറെ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വല്ല മാർഗമുണ്ട്? അതിനെ ഞാൻ എന്ത് ചെയ്യാനൊക്കെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹയോസിയാമസ് 200 ഡോസും കൊടുത്ത്, കാന്താരിസ് 200 2 ഡോസും കൊടുത്ത് ഇപ്പൊ 3/5 ഞാൻ കൊടുത്തു വിട്ടേക്കുന്നു. പിന്നെ 11 പൊടി ഞാൻ 2 ദിവസം 3 ദിവസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പൊടി രാത്രി മാത്രം കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഹയോസിയാമസും കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ നമ്പർ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 SL കൊടുക്കുമ്പോ പിന്നെ ഹയോസിയാമസ് 200 ഒരു ദിവസം, ആദ്യം ഹയോസിയാമസ് 200 കൊടുക്കുന്നു, പിന്നെ SL 3 പ്രാവശ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹയോസിയാമസ് 200, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാന്താരിസ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് കൊടുത്തു വിട്ടേക്കുന്നത്. എന്താവുന്ന എനിക്കത് വ്യത്യാസം വരുമെന്നാണോ ചോദിച്ചത്. ഇത്രയും വ്യത്യാസം വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഹനുമാൻ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. നമ്മുടെ ലേപ്പിന്റെ സോറ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഡ്രഗ്
നമ്മുടെ വെജിറ്റബിൾ ഡ്രഗ് റെമഡീസ് ഹൈ പൊട്ടൻഷ്യലി റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് കൊടുക്കുക. അത് സബ്സൈഡ് ചെയ്യാം. ലേറ്റന്റ് സോറയായിട്ട് സബ്സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആന്റിസോറിക് റെമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ക്യൂർ ആവും. അതാ എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതാണ് എനിക്ക് സന്തോഷം. തീർച്ചയായിട്ടും ഇത് ഒരു ജീവിതത്തെ കരപ്പിടിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി കൂടെ സാധിക്കുക എന്ന് പറയുന്ന ആ ദൈവത്തിന് നന്ദി പറയുക. അടുത്തതെന്ന് പറയുന്നത് എൻ്റെ സഹോദരന്റെ കേസ് തന്നെയാണ്. അത് എൻ്റെ സഹോദരൻ ജനിച്ചത് ഫോഴ്സസ് ഡെലിവറി ആയിരുന്നു. എൻ്റെ മൂത്തതാണ്, എൻ്റെ 2 വയസ്സിന് മൂത്തതാണ്. ഇപ്പൊ 66 വയസ്സായി. പുള്ളിക്കാരൻ ജനിക്കുമ്പോ ഫോഴ്സസ് ഡെലിവറി ആയതുകൊണ്ട് തല അമ്മ പറഞ്ഞ് ബോൺസ് എല്ലാം ഇങ്ങനെ 4ആയിട്ടിരുന്ന ഒരു ഡിസ്റ്റോർട്ടഡ് ഹെഡായിട്ടാണ് ജനിച്ചു വന്നത്. ജനിച്ചു വന്നപ്പോ കരഞ്ഞില്ല, കരയാതിരുന്ന് അങ്ങ് നീലിച്ചു പോയി. കൊണ്ടുപോയി ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞു പോയി. അപ്പൊ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാണ് ഇത് കരഞ്ഞത്. പക്ഷെ വെയിറ്റ് ഉണ്ടായിരുന്നു, 4.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഡയബറ്റിക് ആയിരുന്നു, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിരുന്നു. എന്നിട്ട് അമ്മ പ്രസവിച്ചു കഴിഞ്ഞിട്ടും ഡയബറ്റിക് ഒക്കെ കണ്ടിന്യൂ ചെയ്യായിരുന്നു, ഡയബറ്റിക് ആയിപ്പോയി. അപ്പൊ എൻ്റെ ബ്രദറ് ചെറുപ്പം തൊട്ടേ ഭയങ്കര വയലന്റ് ആണ്. പിന്നെ എൻ്റെ ഒരുപാട് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിന് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആയിരുന്നു, 2 ടെസ്റ്റിസും വെളിയിറങ്ങി വന്നിട്ടില്ലായിരുന്നു. ആൻഡ് ഇൻപെർഫറേറ്റ് ഏനസ് ആയിരുന്നു, ഏനസും ഉണ്ടായിരുന്നില്ല. ഇത് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതല്ല ആർട്ടിഫിഷ്യൽ ഏനസ് ഇട്ടു. അത് 3 വർഷം കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത് ഡയലേറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അത് ചുരുങ്ങി വീണ്ടും പോകുമായിരുന്നു. അപ്പൊ അത് ചെയ്തു. ആസ് വെൽ ആസ് ഈ 2 ഓപ്പറേഷൻ 2 ടെസ്റ്റിസിനെയും വെളിയിൽ ഇറക്കി കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കേസായിരുന്നു എൻ്റെ ബ്രദറിന്റെ. പക്ഷെ കുഞ്ഞിനെ തൊട്ട് ഭയങ്കര വയലന്റ് നേച്ചറാണ്, ഭയങ്കര റേജാണ്, ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെന്നും നോക്കൂല, അടിക്കുക എന്നുള്ളതിന്. ഭയങ്കര ആരോഗ്യം ഉണ്ടായിരുന്നോണ്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. എല്ലാം ഡിലേഡ് മൈൽ സ്റ്റോൺസ് ആയിരുന്നു, എല്ലാം ഡിലേഡ് ആയിരുന്നു. എന്നെയൊക്കെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്തും. പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ ശരിക്കും ഉപദ്രവിച്ച് മൃഗങ്ങളെ വരെ കൊന്നിട്ടുണ്ട്. അത്ര ഭയങ്കര വയലന്റ് നേച്ചറായിരുന്നു എൻ്റെ ബ്രദർ. ആസ് വെൽ ആസ് നല്ല കാര്യങ്ങൾ പഠിക്കത്തില്ല, ചീത്ത കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ. അബ്യൂസീവ് നേച്ചറായിരുന്നു. ഇതെല്ലാം അന്നൊന്നും നമുക്ക് മെഡിസിൻ ഒന്നും അറിഞ്ഞിടാത്തോണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു പറഞ്ഞ മെന്റൽ ഡെവലപ്മെന്റ് ഒരു 7 വയസ്സുള്ള കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇല്ല. അപ്പൊ അത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ കാൽക്കുലേഷൻ ഒട്ടും പറ്റത്തില്ല എന്നാ പറഞ്ഞു. ഇങ്ങനെയാണ് നേച്ചർ. എൻ്റെ ബ്രദർ ഇപ്പോഴിരിക്കുന്നതാണെങ്കിൽ തിൻ സ്ക്രോണി വീക്കായിട്ട് ഷ്രിവൽഡ് സ്കിന്നുമായിട്ടാണ് ഇരിക്കുന്നത്. കണ്ട മെലിഞ്ഞ് ഒരു അസ്ഥികൂടം മാതിരിയാണ് ഇരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരന് ഭയങ്കര, ഞാൻ പ്രഫുൽ വിജയക സാറിന്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് ഇവൻ അനാക്കാർഡിയോ ഓറിയന്റയിലാണെന്ന് അറിയുന്നത്. എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ബിഹേവിയർ ആയിരുന്നു. പിന്നെ ഭയങ്കര അബ്യൂസീവാണ്. നല്ല കാര്യങ്ങൾ പഠിക്കില്ല, ചീത്ത മാത്രമേ പഠിക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള മൃഗങ്ങളെയും ഈ മനുഷ്യരെയും എല്ലാം ഉപദ്രവിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന നേച്ചറായിരുന്നു. അങ്ങനെ ഞാൻ അനാക്കാർഡിയം കൊടുത്തതിൽ ഈ ഫിസിക്കൽ സിംറ്റത്തിന് കുറച്ച് ചേഞ്ച് വന്നു. എന്ന് പറഞ്ഞാൽ 25ാമത്തെ വയസ്സിൽ ഇത് വന്നു, ഡയബറ്റിക് വന്നു. ഡയബറ്റിക് ഞാൻ 35ാമത്തെ വയസ്സിലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഞാൻ 35-40ാമത്തെ വയസ്സിലാണ് കൊടുക്കുന്നത്. അപ്പോഴ് ഡയബറ്റിക് കൺട്രോളായി. ഞാൻ തന്നെ അതിശയിച്ചു പോയി, ഈ അനാക്കാർഡി എത്ര ഇഫക്റ്റ് ഉണ്ടോ എന്ന്. ഞാൻ അന്നാണ് ആദ്യം ഇങ്ങനെ മനസ്സിലാക്കുന്നത് അനാക്കാർഡിയത്തിന്റെ ഇഫക്റ്റ് ഇത്രയും ഭയങ്കരമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് പിന്നെ വലിയ കൺട്രോളൊന്നും ഇല്ല. പിന്നെ ഇൻസുലിൻ എടുക്കത്തില്ല. ഇൻസുലിൻ ആദ്യം 25ാമത്തെ വയസ്സിലൊക്കെ ഇൻസുലിൻ എടുത്തപ്പോൾ ഈ നീഡിൽ അലർജി ആയതുകൊണ്ട് ഗുളിക മാത്രമേ കഴിക്കുള്ളൂ, ഒന്നും നോക്കത്തൊന്നുമില്ല. എന്നോട് ഭയങ്കര വെറുപ്പാണ്. എന്നോട്, എൻ്റെ ഹസ്ബൻഡിനോട്, എൻ്റെ മകളോടെല്ലാം ഭയങ്കര വെറുപ്പാണ്. അവന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഈ പറഞ്ഞ പോലെ ഡൽഹിയിലെ അബാൻഡൻഡ് റിലേറ്റീവ്സിന് അവൻ ഇഷ്ടമേ അല്ല. എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള, നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ എല്ലാം അവൻ കണ്ടം ചെയ്തങ്ങ് കളയുകയാണ് ചെയ്യുന്നത്.
ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ റൂബ്രിക്ക് അത് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിട്ട് കതവ് അടച്ച് ഒരാഴ്ച ഒന്നും കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ ആ റൂബ്രിക്ക് ഉണ്ടത്. റേജ് സ്ലീപ്പ് ഫോളോഡ് ബൈ കണ്ടിന്യൂസ് ഡീപ്പ് സ്ലീപ്പ്. ഒറ്റ റെമഡിയുള്ളു സിക്കേൽക്കൂർ. പിന്നെ ഇവന് ഇപ്പോഴേ ഒരു 10 വർഷമായിട്ട് ഇതുണ്ട്, പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്, ദേഹം മൊത്തം പറയലാണ്. പരാലിസിസ് അജിറ്റൻസ് എടുത്തപ്പോഴും അതും സിക്കേൽക്കൂർ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ മെന്റൽ സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ബ്രദർ ഇങ്ങനെയാണ്, അപ്പൊ അത് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയുടെ ഈ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അമ്മയുടെ മനസ്സിൽ എത്രയും ടോർച്ചർ വന്നിട്ടായിരിക്കുമല്ലോ, പ്രഷ്യസ് ആയിട്ടുള്ള ടെസ്റ്റിസിനെ വെളിയിൽ കൊണ്ടുവരണ്ട, അടുത്ത ജനറേഷൻ നീ കൊണ്ടുവരണ്ട, അതുപോലെ വേസ്റ്റിനെയും നീ കളയണ്ട, വേസ്റ്റും മൂടി വെച്ചേരെ, അടച്ചു വെച്ചേരെ എന്ന് അമ്മ പറയാനുള്ള ഒരു കാരണമുണ്ട്. അപ്പൊ എൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിന് ഞാൻ റൂബ്രിക് എടുത്തായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ച് റൂബ്രിക് എടുത്തത് ഫിയർ ഓഫ് മിസ്ഫോർച്യൂൺ, ലോസിങ് സംതിങ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. എല്ലാം എൻ്റെ നിർഭാഗ്യമാണെന്ന് അമ്മയ്ക്ക് തോന്നി. അമ്മ BEd ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ ടീച്ചറായിട്ട് കയറിയിട്ട് പോലും എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ അമ്മയെ ഒരുപാട് മെന്റലി ടോർച്ചർ ചെയ്ത് ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ. അപ്പോഴമ്മയുടെ മനസ്സിൽ തോന്നിയതായിരിക്കാം ലോസിങ് സംതിങ് ഗ്രേറ്റ് വാല്യൂ, നഷ്ടപ്പെടുമെന്ന്, അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുത്തണ്ട എന്ന് വെച്ചതായിരിക്കാം. ഒറ്റ റെമഡിയേ ഉള്ളത് സിക്കേൽക്കൂറാണ്. പിന്നെ മെന്റൽ സിംറ്റം അക്കമ്പനീഡ് വിത്ത് ഫിസിക്കൽ സിംറ്റം ഇവനുണ്ട്, അതും സിക്കേൽക്കൂറാണ്. ഒറ്റ റെമഡിയാണ് സിക്കേൽക്കൂർ. ഇത്രയും റൂബ്രിക് എടുത്തപ്പോൾ ഞാൻ സിക്കേൽക്കൂറാണ് വന്നത്. ഞാൻ 16/11/24 എൻ്റെ ബ്രദറിന് വൈകുന്നേരം 4 മണിക്ക് സിക്കേൽക്കൂർ 200 2 തുള്ളി വായിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു 2 ആഴ്ച വരെ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇവൻ വന്ന് എന്നോട് സംസാരിക്കുന്നു, എടി നിനക്ക് നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടല്ലോ, നിനക്ക് നല്ല പൈസ, നീ നല്ലപോലെ പഠിച്ചാൽ നിനക്ക് ഇനിയും വലിയ ഉയരത്തിൽ പോകാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അതിശയിച്ചു പോയി, എൻ്റെ ബ്രദറാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. സിക്കേൽക്കൂർ 200 ഒറ്റ ഡോസ് കൊടുത്തപ്പോൾ വന്ന മാറ്റമാണ് എൻ്റെ ബ്രദറിന്റെ. പിന്നെ അവൻ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടേ ഇല്ല, മറ്റേ ചീത്തയെ വിളിക്കത്തുള്ളൂ, ഇപ്പൊ ചീത്ത പറഞ്ഞിട്ടേ ഇല്ല, അതെല്ലാം മറന്നുപോയി. ഈവൻ ഈ പാരാലിസിസ് അജിറ്റൻസ് ഇപ്പൊ ഇല്ല, കംപ്ലീറ്റ് പോയി. പാർക്കിൻസൺസ് ഡിസീസ് കംപ്ലീറ്റ് മാറി, ഡയബറ്റിക്കും കൺട്രോൾഡായി. മാർവലസ് ഇഫക്റ്റ്. അതാണ് നമ്മുടെ കറക്റ്റ് റെമഡി. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കിട്ടിയാൽ അത് സാറ് പറഞ്ഞ പോലെ ജീൻസിന്റെ സ്റ്റെം സെൽസിൽ ചെന്ന് ആക്ട് ചെയ്തിരിക്കും. നീ എത്ര പ്രായം ഉണ്ടെങ്കിലും അത് ആക്ട് ചെയ്തിരിക്കും. അത് എനിക്ക് പ്രൂവ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബ്രദറിന്റെ ഞാൻ പറയരുതെന്ന് വിചാരിച്ചാൽ, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത്രയും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും സന്തോഷം. ഇപ്പൊ സമാധാനമുണ്ട് വീട്ടില്. മറ്റാണെങ്കിൽ വീട്ടില് ഭയങ്കര സമാധാനക്കേടായിരുന്നു ഈ ബ്രദറിനെ കാണും. ഒന്നും കഴിക്കാതെ ഇങ്ങനെ കിടക്കും പിണങ്ങിയിട്ട്. എത്രാമത്തെ വയസ്സിലാണ് ആ ചേഞ്ച് വരുത്താൻ പറ്റിയത്? ചേഞ്ച് വരുത്താ ഇപ്പൊ കഴിഞ്ഞ വർഷമേ പറ്റിയുള്ളൂ. 16/11/24. അപ്പൊ എത്ര 65-ാമത്തെ വയസ്സിൽ. അതാണ് പറഞ്ഞത്, ഏത് പ്രായത്തിൽ വേണം ഹോമിയോപ്പതി റെമഡി, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കറക്റ്റ് ആണെങ്കിൽ ചേഞ്ച് വരുത്തിയിരിക്കും, ഷുവർ. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ബ്രദറിന്റെ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത്. ഇനി അടുത്തൊരു കേസ് പറയാം. അതും ഒരു അലർജിക് കോഫാണ്. സിൻസ് 3 months ആയിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഒരു 59 വയസ്സുള്ള ലേഡിയാണ്. ഞാൻ ചോദിച്ചു, അലർജിക് കോഫ് വരണമെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ടുണ്ടല്ലോ, എന്താണ് നിങ്ങളെ പേടിച്ചത്, എന്ത് കാര്യമാണ്? അപ്പോഴേ അവര് പറഞ്ഞ് അവരുടെ ബ്രദർ, നേരെ മൂത്ത ബ്രദർ, ഇവര് 3 പേരാണ്. ഏറ്റവും എൽഡർ ബ്രദർ ഒരു 6 മാസം മുമ്പ് കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ, ഈ 3 മാസം മുമ്പ് ഈ ബ്രദർ, നേരെ ഇവരുടെ മൂത്ത ബ്രദർ, ആ ബ്രദേഴ്സ് രണ്ടുപേരും ഇവരെ ഒരു മോളെ പോലെയാണ് നോക്കിയിരുന്നെന്നാ പറഞ്ഞ. ആ ബ്രദർ പെട്ടെന്ന് ഡെന്റൽ സർജറി ചെയ്തപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നങ്ങ് മരിച്ചു.
സഡനായിട്ട് സംഭവിച്ചാണ്. പല്ലെടുത്ത് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു. എനിക്ക് തോന്നുന്നു എംബോളിസം സംഭവിച്ചതായിരിക്കാം, ഏതെങ്കിലും ബ്ലഡ് കയറി കാണുമായിരിക്കും, അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. എന്തായാലും സഡൻ ഡെത്താണ്. അത് അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. ആ ബ്രദർ പോയത്, മൂത്ത ബ്രദർ പോയത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഈ ഇളയ ബ്രദറും കൂടെ പോയപ്പോ അവരുടെ എല്ലാ പിടിയും വിട്ടുപോയി. അങ്ങനെ അത് അവരെ താങ്ങാനേ പറ്റിയില്ല. അതിനുശേഷമാണ് ഈ അലർജിക് കോഫ് വന്നത്. ഇവരെ ചെറുപ്പത്തിലെ വരെ കല്യാണം കഴിച്ചതാണ്. ഭയങ്കര സുന്ദരിയാ. 59 വയസ്സുണ്ടെങ്കിൽ അവരെ കണ്ടാൽ നല്ല ഫെയറ, ഭയങ്കര കളറും, നല്ല സുന്ദരിയാ. 59 വയസ്സിലെ പാപ്പ ചെറുപ്പത്തിൽ എത്ര സുന്ദരിയായിരുന്നു കാണുമെന്ന് എനിക്ക് തോന്നി. പുള്ളിക്കാരുടെ 17ാമത്തെ വയസ്സില് ഈ ഭർത്താവ് ഇഷ്ടപ്പെട്ടിട്ട് ആലോചിച്ച് കല്യാണം കഴിക്കുന്നതാണ്. 18ാമത്തെ വയസ്സിൽ അവരെ പ്രസവിക്കുന്ന ട്വിൻസ് ആയിരുന്നു, 2 ട്വിൻസ് ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡും ഇവരും ഗൾഫിലായിരുന്നു, ഇവിടെ വന്ന് പ്രസവിക്കുന്നു. അത് ട്വിൻസ് ആയതുകൊണ്ട് അവർക്ക് ഹസ്ബൻഡ് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് പിന്നെ ജോലി രാജിവെച്ചിട്ട്, ഗൾഫിൽ നിന്ന് രാജിവെച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ ഇലക്ട്രിക് കടയേറ്റം തുടങ്ങി. അപ്പൊ ട്വിൻസ് കുട്ടികളിലെ ഹസ്ബൻഡ് തന്നെയാണ് നോക്കിയത്. പുള്ളിക്കാരിക്ക് അപ്പോഴാണ് പുള്ളിക്കാരിക്ക് അത് വരാൻ കാരണമുണ്ട്. ഈ സിസേറിയൻ ചെയ്തപ്പോഴത്തേക്ക്, സിസേറിയൻ സെക്ഷൻ ആയിരുന്നു, അത് ചെയ്തപ്പോഴത്തേക്ക് ഈ മെഡിസിൻ കൊടുത്ത്, ആന്റിബയോട്ടിക് കൊടുത്ത് അവർക്ക് അത് അലർജിയായി ഒരു ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി. അങ്ങനെ ആ മെഡിസിൻ എല്ലാം അലർജി ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് 40 മെഡിസിൻ ഇവർക്ക് അലോപ്പതിക് മെഡിസിൻ അലർജിയാണ്. അപ്പൊ അലർജിക്ക് മെഡിസിൻ കഴിക്കാൻ പറ്റത്തില്ല. അലോപ്പതിക് മെഡിസിനും കഴിവതും മിക്കതും ഉപയോഗിക്കാൻ പറ്റത്തില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവര് ഈ ഹസ്ബൻഡിന്റെ മാമൻ എന്ന ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മെഡിസിൻ ആയിരുന്നു ഇവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു വർഷം 2 വർഷം മുമ്പ് മരിച്ചുപോയി. അതിനുശേഷം പുള്ളിക്കാരി വേറെ ഹോമിയോ ഡോക്ടേഴ്സിനെ കാണുകയാണ്. പക്ഷെ ഈ ചുമ വന്നിട്ട് അത് മാറുന്നില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ എടുത്ത റൂബ്രിക് എന്ന് പറയുന്നത് ജനറൽ അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ അവരുടെ, അത് എടുത്തു. പിന്നെ മൈൻഡ് ഫിയർ ട്രമുലസ്, ഇവർക്ക് പേടി ഭയങ്കരമായിട്ടുണ്ട്. ഈ ചെറുപ്പം തൊട്ടേ പേടിയുള്ള കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒരു കുട്ടിയെ പോലെയാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്. എല്ലായിടത്തും ഇവരെ ഒരു കുട്ടിയെ പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇവർ ഹസ്ബൻഡിനെ പിരിഞ്ഞ് ഒരു കാര്യവും നടക്കത്തില്ല, അവർക്ക് പറ്റേയില്ല. പിന്നെ ഇവരെ മക്കളൊന്ന് പോയിട്ട് വരുമ്പോ ഈ മരണത്തിന് ശേഷം മക്കള് ഒന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചോ എന്നുള്ള പേടിയാണ്. അതുപോലെ ഇവർക്ക് പണ്ടേ തൊട്ട് ഈ വിഷമമുള്ള കാര്യങ്ങളും, ഈ കൊലപാതകം, ഇങ്ങനെയുള്ള ഒന്നും കേൾക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല. അതുകൊണ്ട് ഒരു പേപ്പർ വായിക്കാറേ ഇല്ല. TV-യിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാറില്ല. അതിന് ഞാൻ റൂബ്രിക് എടുത്ത ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്റ്റ് ഹർ പ്രൊഫൗണ്ട്ലി. പിന്നെ അവർക്ക് നാരോ പ്ലേസ്, ഇടുങ്ങിയ സ്ഥലത്തൂടെ നടക്കാൻ പേടിയാണ്. അതുകൊണ്ട് അവർ പോകത്തില്ല, ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കൂടെ പോകത്തേ ഇല്ല, ഭയങ്കര പേടിയാണ്. ഫിയർ ഓഫ് നാരോ പ്ലേസസ് അതും ഞാൻ എടുത്തു. പിന്നെ അവർക്ക് നിന്നാലാണ് ഏറ്റവും കാലും കൈയും കാല് ഭയങ്കര വേദനയാണ്. നിന്നാൽ അവർക്ക് നിൽക്കാനേ ഒക്കില്ല, എവിടെ ചെന്നാലും ഇരിക്കണം എപ്പോഴും. അത് നേരത്തെ ഉള്ളതാണെന്ന് പറഞ്ഞ് അപ്പം ജനറൽ സ്റ്റാൻഡിങ് അഗ്രവേഷനും എടുത്തു. ഇതെല്ലാം കവർ ചെയ്ത് വരുന്ന റെമഡി, ഫസ്റ്റ് റെമഡി എന്ന് പറഞ്ഞാൽ കാൽക്കേരിയാണ്. അപ്പൊ ഇവര് കാൽക്കരിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. കാരണം 17ാമത്തെ ഈ സഹോദരങ്ങൾ അവരെ മോളെ പോലെ കൊണ്ടു കിടന്ന്, അത് കഴിഞ്ഞ് ഹസ്ബൻഡാണ് മോളെ പോലെ കൊണ്ടു കിടക്കുന്നത്. അപ്പൊ എനിക്ക് കാൽക്കരിയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തണുപ്പ് താങ്ങാനാണോ ചൂട് താങ്ങാനാണോ ഏതാണ് ബുദ്ധിമുട്ട് കൂടുതൽ തോന്നുന്നത്? ചൂട് പറ്റത്തില്ല ഡോക്ടറെ, തണുപ്പ് ഞാൻ പിന്നെയും ചാകും, പക്ഷെ ചൂട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചൂട് താങ്ങാൻ പറ്റാത്ത റെമഡീസ് എന്ന് പറയുന്നത് കാൽക്കേരിയ മൂറ്, കാൽക്കേരിയ മൂറ്, കാൽക്കേരിയ അയഡൈഡ്, കാൽക്കേരിയ സൾഫർ, ഈ 3 റെമഡീസേ ചൂട് താങ്ങാൻ പറ്റാത്തതുള്ളൂ. അതേ ബാക്കി കാൽക്കേരിയ കാർബ് എല്ലാം ചില്ലി റെമഡീസ് ആണ്. കാൽക്കേരിയ സിലിക്കേറ്റ് ചില്ലിയാണ്, കാൽക്കേരിയ ആൾസ് ചില്ലിയാണ്, ഇങ്ങനെയുള്ള കാൽക്കേരിയ ഫോസ് ചില്ലിയാണ്. ഇങ്ങനെയുള്ള റെമഡീസ് എല്ലാം, സിലിക്കേറ്റയും എല്ലാം ചില്ലിയാണ്. ഈ 3 റെമഡീസ് ഉണ്ട്. ഈ കാൽക്കേരിയ മൂറ് എപ്പോഴും കഴുത്ത് നീണ്ടതായിരിക്കും, ലോങ് നെക്ക് ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരി അങ്ങനെയല്ല, ഷോർട്ട് നെക്കാണ്.
അപ്പോഴേ എനിക്ക് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് കൺഫേം ചെയ്യാനായിട്ട് ചോദിച്ചു, എങ്ങനെ പിടിവാശിക്കാരിയാണ്? അയ്യോ ഡോക്ടറെ ഭയങ്കര പിടിവാശിക്കാരിയാണ്, അവൾ വിചാരിക്കുന്ന കാര്യം നടത്തി. മക്കളുടെ അടുത്തായാലും എൻ്റെ അടുത്തായാലും പിടിവാശിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്നാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി കാൽക്കേരിയ സൾഫാണ്. അങ്ങനെ ഞാൻ കാൽക്കേരിയ സൾഫ് 200, ഇവര് അലർജി ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു പേടി, അതുകൊണ്ട് ഞാൻ സിംഗിൾ ഡോസേ കൊടുത്തോളൂ, ഒരു ഡ്രോപ്പ് ചെയ്തോളൂ. ഒരു പേടിയുണ്ട്, ഇവര് ഇനി എന്തെങ്കിലും അലർജി വന്നാൽ അത് ഇനി എനിക്ക് മെനക്കേടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കാൽക്കേരിയ സൾഫ് 200 ഒരു ഡ്രോപ്പ് ഇതിൽ തന്നെ പൗഡറിൽ ഒഴിച്ച് ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് വെള്ളത്തിൽ കലക്കി കഴിക്കാൻ പറഞ്ഞു. അതും കൊടുത്ത് PL ഞാൻ 4 വീതം 2 നേരം വെച്ച് കഴിച്ചാൽ മതി. പിന്നെ റൂബ്രം കൊടുത്ത്, എനിക്ക് പൈസ കിട്ടണ്ടേ, അതുകൊണ്ട് ഞാൻ റൂബ്രവും കൂടെ കൊടുത്ത് ബീറ്റിയും കൊടുത്ത് ഓരോന്ന് വീതം 2 നേരം വെച്ച് കഴിക്കും. എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ, ഈ ഗുളികയിൽ അലർജി ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവര് അത് 26/2/25 ഞാൻ കൊടുക്കുന്നത്. 22/3/25 അവര് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എന്തായാലും ഡോക്ടറെ മരുന്നിട്ട് എന്റെ ചുമ മാറി, അത് നല്ല എഫക്റ്റ് ആയിരുന്നു. ഇപ്പൊ കാല് എനിക്ക് നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിന് കൂടെ മരുന്ന് തന്നാൽ സുഖമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ SL തന്നെ കൊടുത്ത് PL മീറ്റിംഗ് കൊടുത്തു വിട്ട്. അങ്ങനെ ആ കേസ് സക്സസ് ആയി. അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു കേസ് എന്ന് പറയുന്ന പിന്നെ ഒരു കേസ്, ഒരു 62 വയസ്സുള്ള ലേഡിയാണ്. അവര് അട്ടിക്കേരിയായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഭയങ്കരം, ഞാൻ നോക്കിയപ്പോ അത് നല്ല വെളുവളായിരിക്കുന്നു. എന്നാൽ അവർക്ക് ലൂക്കോഡെർമയാണ്, അവരുടെ ദേഹം മൊത്തം വെളുത്തിരിക്കുകയാണ്, ഫുള്ളങ്ങ് വെളുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ ഇവർക്ക് ആദ്യം വിറ്റിലി മുഖത്താറ്റം വന്നു. അങ്ങനെ PT പിള്ളേർ, കൊല്ലത്തുള്ള PT പിള്ളേരുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോയി അവരവസാനം മൊത്തം വെളുത്ത് ഇത്. പിന്നെ അവര് പോയില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് സണ്ണിനോട് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മെലാനിൻ ഇല്ലാത്തതുകൊണ്ട് സൺ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചുവന്നെല്ലായിടും തുറന്ന് തടിക്കും. അപ്പൊ ഇവർക്ക് അർട്ടിക്കേരിയ 35 വർഷത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഹൈപ്പർ ടെൻഷൻ വന്ന് 20 വർഷം മുമ്പാണ് ഇവർക്ക് ലൂക്കോഡെർമയായിട്ട് മാറിയത്, മൊത്തം ദേഹം മൊത്തം വെളുപ്പായത്. 10 വർഷത്തിന് മുന്നേ ഇവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസുമായി. അപ്പൊ എൻ്റെ എങ്ങനെ ആനാഫൈലേറ്റിക് ഷോക്ക് പോലെയാണ്, ദേഹം മൊത്തം ചോക്കനാങ്ങിരിക്കുന്നു, മുഖം തൊട്ട് കാല്. ഞാനങ്ങ് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അർട്ടിക്കേരിയ അപ്പൊ ഞാൻ ചോദിച്ച്, എനിക്കൊന്നും വേറെ ഒന്നും കിട്ടുന്നില്ല ഈ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? അപ്പൊ മകളൂടെ വന്നിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പുള്ളിക്കാരുടെ ഒരു സ്വഭാവം, എങ്ങനെയാണ് ബിഹേവിയർ എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞു, ഡോക്ടർ അടങ്ങിയിരിക്കൂല, ഡോക്ടർ ഏത് നേരവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓടി ഓരോന്ന് എടുത്ത് അവസാനം അത് കയ്യിൽ നിന്ന് വീഴുകയും ചെയ്യും, പറഞ്ഞാൽ കേൾക്കേയില്ല, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അത് എടുത്തത് ബിസി ഫ്രൂട്ട്ലെസ് ഒന്നും പ്രയോജനം ഇല്ലാതെ ഇങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കണേ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പുള്ളിക്കാരിക്ക്. പിന്നെ ഈ ദേഹം മൊത്തം ചുവന്ന് തൊടുത്തിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി കണ്ടിട്ട് തന്നെ. അപ്പൊ ഞാൻ എടുത്തത് അത് ഡെലീരിയം കഞ്ചഷൻ വിത്ത് എന്നാണ് ഞാൻ എടുത്തത്. ഡെലീരിയം സ്റ്റേറ്റ് ആണ്, അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡെലീരിയം കഞ്ചഷൻ വിത്ത് എന്ന് എടുത്തു. പിന്നെ അവരെ കയ്യിൽ നിന്ന് സാധനം വീണു പോകുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ ചുമ്മാ അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഈ കയ്യിൽ നിന്ന് ഏത് സാധനം എടുത്താലും ഗ്ലാസ് ആയാലും ഏതെല്ലാം താഴെ വീണ് പൊട്ടയാണ്. അത് ഞാൻ എടുത്തത് അക്വേർഡ് ഡ്രോപ്പ് തിങ്സ്. പിന്നെ അവർക്ക് എപ്പോഴും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഓക്യുപ്പേഷൻ അവൽറേഷൻ, ഇത്ര എനിക്ക് അത് കിട്ടിയുള്ളൂ. ഇത് എല്ലാം കവർ ചെയ്യുന്ന മെഡിസിൻ എപ്പിസ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച ചൂട് അതങ്ങനെ സൺ എക്സ്പോസർ പറ്റത്തില്ല, അവർക്ക് ചൂട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴേ അവിടെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോ തന്നെ 21/2/25 എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോഴും അവരങ്ങ് ഭയങ്കര ചൂട്, ബേണിംഗ് ആണ് എന്നാണ് പറയുന്നത്. പുകച്ചിലാണ് ഇത് വന്നിട്ട് ഈ കഞ്ചഷൻ വന്നിട്ട് പുകച്ചിലാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതും എപ്പിസിനുണ്ട് കഞ്ചഷൻ, അല്ലെ ബേണിംഗ് സെൻസേഷൻ എപ്പിസിനുള്ളതാണ്. അപ്പൊ ഞാൻ എപ്പിസ് അപ്പോഴും തന്നെ ഒരു ഡോസ് അവരുടെ വായിൽ 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എപ്പിസ് 1 തന്നെ 2 ഡ്രോപ്സ് ഒഴിച്ച് പൗഡറും കൊടുത്തു. പിറ്റേന്ന് രാവിലെ കഴിക്കാൻ പറഞ്ഞു.
എന്നിട്ട് എനിക്കൊരു ഒരു 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 കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊപ്പൈവ, രണ്ടാമത്തെ മെഡിസിൻ വന്ന കൊപ്പൈവയാണ്. കൊപ്പൈവ ഞാൻ 2 ഡ്രം മെഡിക്കേറ്റഡ് പിൽസ് കൂടെ കൊടുത്ത്, ഇതിൽ കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ അതുകൂടെ കഴിക്കാൻ പറഞ്ഞു. 4 വീതം 3 നേരം. പിന്നെ PL 4 വീതം 2 നേരം കൊടുത്തിട്ട് വിട്ടു. അത് കഴിഞ്ഞ് 21/2/25 ഈ സംഭവം. അത് കഴിഞ്ഞ് അവര് 24/3/25 വന്ന് കംപ്ലീറ്റ് പിന്നെ വന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അത്തിക്കേര വന്നിട്ടേ ഇല്ല, കംപ്ലീറ്റ് മാറിയെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ചൂടൊക്കെ അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒത്തിരി മോള് പറഞ്ഞു വെപ്രാളം ഒത്തിരി കുറവുണ്ട് ഡോക്ടറെ, എന്തായാലും ഡോക്ടറെ മരുന്നിൽ ആ വെപ്രാളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയാണ് കിട്ടിയത്. അപ്പൊ എപ്പിസിന് ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പിസ് നല്ല റെമഡിയാണ്. കോമ, റീനൽ ഫെയിലിയർ വന്നിട്ട് കോമ വരെയാണെങ്കിൽ എപ്പിസും അമോണിയം കാർബ് 2 റെമഡിയേ ഉള്ളു. പിന്നെ ഡെലീരിയം, മെൻസസ്, സപ്രസ്ഡ് മെൻസസ് മെൻസസ് സപ്രസ് ചെയ്തിട്ട് ഡെലീരിയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെപ്രാളം, ഭയങ്കര ദേഷ്യവും, ഇങ്ങനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെപ്രാളം വരികയാണെങ്കിൽ അവിടെയും എപ്പിസ് നല്ലൊരു റെമഡിയാണ്. പിന്നെ ഇവര് വന്നത് ഇവർക്ക് എന്തെങ്കിലും മെന്റൽ സിംറ്റം ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, അവരൊന്നും ചോദിച്ചിട്ട് പറയുന്നില്ല. ഈ ഇറപ്ഷൻസ് മെന്റൽ സിംറ്റംസ് ആഫ്റ്റർ സപ്രസ്ഡ് ഇറപ്ഷൻ കൊണ്ട് മെന്റൽ സിംറ്റംസ് വരികയാണെങ്കിലും എപ്പിസ് നല്ല റെമഡി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പിസ് 1-2 ഡോസ് കൊടുത്ത്, പിന്നെ കൊപ്പൈവ അവർ കഴിച്ചെന്ന് തോന്നുന്നു, കൊപ്പൈവയും കൊടുത്ത് എന്തായാലും ആ കേസ് ക്യൂറായി. അതൊരു സന്തോഷം. പിന്നെ അടുത്തൊരു കേസ് കൊപ്പൈവയുടെ ഇൻഡിക്കേഷൻ എന്നായിരുന്നു? കൊപ്പൈവയുടെ എന്താന്ന് പറയുന്നത് അർട്ടിക്കേരിയ, ക്രോണിക് അർട്ടിക്കേരിയ വരുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇറപ്ഷൻസ്, അർട്ടിക്കേരിയ, സ്കിന്നില് ഇറപ്ഷൻസ്, അർട്ടിക്കേരിയ, ക്രോണിക് എന്നുള്ള റൂബ്രിക്കാണ്. അതിൽ കൊപ്പൈവയാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കൊപ്പൈവ. പിന്നെ ഒരു കേസും ഇതല്ല, അർട്ടിക്കേരിയാണ്, കൊച്ചുകുട്ടിയാണ്. അവന് 2 വയസ്സുള്ളപ്പോഴാണ് കൊണ്ടുവന്നത്. ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിച്ച് കൊച്ചിനെ കൊണ്ടുവന്ന്. അപ്പൊ ഞാൻ കേസൊന്നും നോക്കിയില്ല, ഭയങ്കര മുഖമെല്ലാം തൊടുത്ത് ചൊറിഞ്ഞ് അവൻ തല തൊട്ടേ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്തായത് അർട്ടിക്ക യൂറൻസ് 1 എടുത്ത് അവന്റെ വായിൽ 2 തുള്ളി അങ്ങ് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, PL കൊടുത്ത് വിട്ട് ഞാൻ പോകാൻ പറഞ്ഞ് അതിലങ്ങ് മാറും. അപ്പൊ അവര് പറഞ്ഞ് കാരണം എന്തോ ബിസ്ക്കറ്റോ ബ്രെഡോ എന്തോ കഴിച്ചിട്ടാണ് ഉണ്ടായത്. അപ്പൊ അത് നിന്ന് വന്നതാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഫുഡിൽ നിന്ന് വന്ന രീതിയിൽ വെച്ചാണ് അർട്ടിക്ക യൂറൻസ് കൊടുത്തത്. പക്ഷെ അതിൽ മാറിയായിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു ഈ കൊച്ചു ചെറുക്കനെയും കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഇന്നപ്പൊ എന്തോ കഴിച്ച്? അപ്പൊ എന്താണ് ഞണ്ടാ എന്തോ കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്തൊക്കെ എന്തിനു കൊടുക്കുന്ന വഴക്കം പറഞ്ഞിട്ട് വീണ്ടും അർട്ടിക്ക യൂറൻസ് കൊടുത്ത് PL കൊടുത്തു വിട്ടു. അത് മാറി. അടുത്ത തവണ വീണ്ടും കൊണ്ടുവന്ന് ഒരു 3 വയസ്സായപ്പോ വീണ്ടും എന്തോ കഴിച്ചിട്ടെന്ന് പറഞ്ഞു. എന്താ ഇത് എന്താണ് വെളിയിന്ന് ഇതുണ്ടല്ലോ ചപ്പാത്തി വാങ്ങിച്ച് അത് കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ തവണ ഞാൻ കൊണ്ടുവന്നു. ഇനി അപ്പോഴും ഞാൻ അർട്ടിക്ക തന്നെ കൊടുത്തത്, അർട്ടിക്ക യൂറൻസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ഉണ്ടാകുകയാണെങ്കിൽ അമ്മ വരണം, അമ്മ വന്നെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ അച്ഛനാണ് വരുന്നത് എപ്പോഴും. അപ്പൊ അമ്മ ദൂരെയാണ് ജോലി ചെയ്യുന്ന, കാസർഗോഡാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവൾ മാസത്തിൽ ഒരിക്കൽ വരുവുള്ളൂ. ഞാൻ കുഴപ്പമില്ല, മാസത്തിൽ ഒരിക്കൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവാ, അത്തിക്കേരി എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്നു. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരി അടുത്ത് വെച്ച് എന്താണ് ഈ കുഞ്ഞിന് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നല്ലേ, എന്താ കാര്യം എന്താണ്? അപ്പൊ പറഞ്ഞ് നിങ്ങൾ പ്രഗ്നൻസി ഹിസ്റ്ററി സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അപ്പൊ മൈൽ സ്റ്റോൺ ഞാൻ ചോദിച്ചപ്പോ ഈ കൊച്ച് സിസേറിയൻ സെക്ഷൻ ആയിരുന്നു. ഈ കൊച്ച് സംസാരിക്കാൻ മൈൽ സ്റ്റോൺ ബാക്കിയെല്ലാം നോർമൽ ആയിരുന്നു, പക്ഷെ സംസാരിക്കാൻ 3 വയസ്സായിട്ടാണ് സംസാരിച്ചു തുടങ്ങി ഓരോ വാക്ക് വെച്ച് പറയുമായിരുന്നു 2 വയസ്സ് തൊട്ട്. പക്ഷെ 3 വയസ്സായിട്ടാണ് സെന്റൻസ് ആയിട്ട് പറയാൻ തുടങ്ങിയത്. അപ്പൊ സെന്റൻസ് ആയിട്ട് പറയാൻ തുടങ്ങിയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ്, ടോക്കിംഗ് ലേറ്റ് ആണ്. പിന്നെ ജനിച്ച അന്ന് തൊട്ടേ ഇനാക്ടിവിറ്റി റെക്റ്റാണ്, 10 ദിവസത്തിലൊരിക്കൽ മലം പോവുള്ളൂ.
മലം പോവില്ല, പോണോന്നുള്ള തോന്നലോ കൊച്ചിനില്ല. അതൊരു പ്രധാന സിംറ്റം ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ അതെടുത്തു. റെക്ടം, ഇനാക്ടിവിറ്റി ഓഫ് റെക്ടം എടുത്തു. പിന്നെ എടുത്തത് സ്കിൻ ഇറപ്ഷൻ അർട്ടിക്കേരിയ, ക്രോണിക് അർട്ടിക്കേരിയ. ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്കിൻ ഇറപ്ഷൻ അർട്ടിക്കേരിയ ക്രോണിക്. പിന്നെ അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, അതുകൊണ്ട് ജനറാലിറ്റിയിലെ അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത്. പിന്നെ മൈൻഡില് ടോക്കിംഗ്, സ്ലോ ലേണിംഗ് ടു ടോക്ക്, അതും എടുത്ത്. അതിന് കാരണം അവരടുത്ത് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, വ്യക്തമായിട്ട് കിട്ടുന്നില്ല. എന്താ പ്രഗ്നൻസി ഹിസ്റ്ററിയിൽ എന്തോ പ്രശ്നം വന്നതാണ്, അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ആ പറഞ്ഞ കുട്ടിക്ക് എല്ലാ സിംറ്റം വെച്ചിട്ട് എടുത്തു. ഇത് ഇത്രയും എടുത്തപ്പോഴും വന്ന റെമഡി നാട്രമോറാണ് കേട്ടോ. നാട്രമോർ 200 കൊടുത്തു. PL 1/2 ounce മെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അട്ടിക്കരിയ വന്നിട്ടില്ല. ഇനി തിന്നുന്നില്ല എന്ന് എനിക്കറിയില്ല. അപ്പൊ പിന്നെ ആ പേഷ്യന്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവര് വരും, അട്ടിക്കരി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേ വരുള്ളൂ, അതെനിക്കറിയാം. പക്ഷെ വന്നിട്ടില്ല. ഇപ്പൊ 1 വർഷമായി, 1 വർഷത്തിൽ കൂടുതൽ. എത്ര ഡോസ് കൊടുത്തു? ഏതാണ് നാട്രമോർ? ഞാൻ 1 ഡോസേ കൊടുത്തുള്ളൂ. അവരുടെ വായി തന്നെ 2 ഉള്ളി അങ്ങ് വെച്ചു കൊടുത്ത്. 1 ഡോസേ കൊടുത്തോളൂ. ഞാൻ സാധാരണ 2 ഡോസ് കൊടുക്കുന്നതാണ്, പക്ഷെ ഇവന് ഞാൻ 1 ഡോസേ കൊടുത്തോളൂ. അലർജിക് കണ്ടീഷൻ ആയതുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുവോ, എന്തെങ്കിലും അലർജിക്ക് സിംറ്റം വരുമെന്നും പേടിച്ചിട്ട് 1 ഡോസേ കൊടുത്തു. കോൺസ്റ്റിപ്പേഷൻ വരെ, ഈ ഇനാക്ടിവിറ്റി ഒറ്റവും മാറി. ഞാൻ ആ തലേ ഇടയ്ക്ക് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, പറഞ്ഞ ഡോക്ടറെ ഇപ്പൊ മലം ദിവസം പോകുന്നുണ്ടെന്ന്. അങ്ങനെ ആ കേസും സക്സസ് ആയതാണ്. അങ്ങനെ നല്ല വിചിത്രമായ എത്ര 6 കേസാണ് ഇന്ന് ഡോക്ടർ നമുക്ക് നമ്മളോട് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഒരു ഡിസ്കഷന് വേണ്ടി ഒരു 9 മിനിറ്റ് കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനുള്ള സമയമാണ്. ഹാൻഡ് റൈസ് ചെയ്യണം. ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സേട്ട് സാർ ഉണ്ടല്ലോ, സാറും അഡ്മിറ്റ് ചെയ്തൊന്ന് സംസാരിക്കാം. സേട്ട് സാറ് സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫേസ് കാണിക്കുന്നില്ല, കാരണം കേസ് വളരെ നന്നായിട്ടുണ്ട്. പ്രസന്റ് ചെയ്ത കേസൊക്കെ വളരെ വണ്ടർഫുൾ ആയിരുന്നു. ഡോക്ടർ പേരുന്ന് അനിത സോമൻ. എവിടെയാണ് കൊല്ലം? വർക്കലയാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. വർക്കല അല്ലേ? വർക്കല. ഞാൻ പഴയ ഇടവക്കാരനാണ്. ശരി. എന്നെ പ്രസവിച്ചത് കൊല്ലത്താണ്. ശരി. ഫാമിലിയിലെ ഇടവായിലുണ്ടായിരുന്നു. നടയറ കേട്ടിട്ടുണ്ടോ? നടര ഞങ്ങളുടെ അടുത്താണ്. ഞാൻ SM കോളേജിന്റെ അടുത്താണ് സാറേ. നടയിലായിരുന്നു ഞങ്ങള് സ്വത്തുക്കൾ കൊണ്ടുവരുന്നത്. അച്ഛൻ്റെ കൊല്ലത്തെ ഈസാസേട്ട് എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ആളായിരുന്നു. ഇരുമ്പേടെ ഈസാസേട്ട് എന്ന് അറിയും. കേട്ടിട്ടുണ്ട്. ഇരുമ്പുടെ കൊണ്ടുവരുന്നു. പിന്നീട് മക്കളൊക്കെ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബോയിയാണ്. അബ്ദുൽ കരീം സേട്ട് എന്ന് പറയും. ഫാമിലി കുറച്ച് അറിയപ്പെടുന്ന ഫാമിലി ആയിരുന്നു അവിടെ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. കൊല്ലം. എന്നെ പ്രസവിച്ച കൊല്ലത്താണ്. ഞാൻ ആലപ്പുഴയാണ്. ഞാൻ മറ്റുള്ള മക്കളൊക്കെ അമ്മ പ്രസവിച്ചിരുന്നു. കൊല്ലത്ത് പോയിട്ടാണ് എന്നെ പ്രസവിച്ചത്. ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കാം. നല്ല കേസായിരുന്നു ഡോക്ടർ. എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ ലോജിക്കായിട്ട് കൊടുത്തിട്ടുള്ള മരുന്നാണ്, വെറുതെ വേഗമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. എല്ലാ സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ്. വാട്ട് ഹാനുമാൻ സൈസ് അബൌട്ട് ദ കേസ് ഷീറ്റ്, അതുപോലെയാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പോകണമില്ലയോ. നന്ദി സാറേ. അതിൽ സാർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും അഭിപ്രായം പറയുകയും ചെയ്തതിലും സന്തോഷമുണ്ട്. ഇനി ആർക്കെങ്കിലും
അനിത സോമൻ ഡോക്ടറോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നമുക്ക് 6 മിനിറ്റ് ഉണ്ട്. ആറ് വെച്ചുള്ള 3 പേർക്ക് മിനിമം ചോദിക്കാം. ഡോക്ടർ ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷെഫിക്ക് ഞാൻ ഇപ്പഴേ പറയാൻ, ഹരിഹരനെ പിന്നെ പറയട്ടെ. അത് ഷെഫിക്ക് പറയാം. സാറേ ഹാൻഡ് റൈസ് ചെയ്ത ഡോക്ടർ ആദ്യം പറയട്ടെ. ആയിക്കോട്ടെ. ഡോക്ടർ അനിത സോമന്റെ ഞാൻ സാധാരണ കേൾക്കാറില്ല, പക്ഷെ എന്തായാലും എനിവേ ഞാൻ ഈ 3 കേസുകളെല്ലാം ഞാൻ കേട്ടു. നന്നായിരിക്കുന്നു, വളരെ വളരെ നല്ല നന്നായിരിക്കുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് എനിക്ക് വളരെ ഈ ഡോക്ടർ സേട്ട് പറഞ്ഞ കണക്ക് തന്നെ ലോജിക്കലി യു അപ്ലൈഡ് ഓൾ ദീസ് മെഡിസിൻ. ബട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും എനിക്കൊരു സംശയവും ഒരു അഭിപ്രായമാണ്, ഇത്രയും റൂബ്രിക്കുകളിലേക്ക് പോണോ ഈ മെഡിസിനിലേക്ക് അറൈവ് ചെയ്യാൻ എന്ന എനിക്കൊരു സംശയമുണ്ട്. അത്രേ ഉള്ളൂ. ആ സംശയം അത് ഓരോരുത്തരുടെ ഇതാണ്. ഇപ്പൊ തന്നെ ഓപ്പിയത്തിലേക്ക് എത്തിച്ചേരാൻ ഇത്രയും പാടുപെടണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഓപ്പിയത്തിലേക്ക് നമുക്ക് ഒരു 2, 3, 4 റൂബ്രിക്കിൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഓപ്പിയത്തിലാണ് എത്തിച്ചേരുക എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഇത് പറയാൻ കാര്യം. ഞാൻ റീകൺഫേം ചെയ്യാൻ വേണ്ടിയാണ് സാറേ. ഞാൻ എല്ലാം റീകൺഫേം ചെയ്യണം, ഓപ്പിയം തന്നെയാണോ എന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ റൂബ്രിക് എല്ലാം എടുത്തു നോക്കി. അതിലെല്ലാം ഓപ്പിയം കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റീകൺഫേം ചെയ്തതാ. അത് ശരി. എന്റെ സംശയം അതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. റീകൺഫർമേഷൻ ആയിരുന്നു. റീകൺഫർമേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ എപ്പിസ് എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ, എപ്പിസിന് ഇത്രയും ബുദ്ധിമുട്ട് വേണോ എന്നെനിക്ക് തോന്നി. എപ്പിസിലേക്കൊക്കെ എത്തിച്ചേരാൻ ഇത്രയും ബുദ്ധിമുട്ട് വേണോ എന്നെനിക്ക് തോന്നിയായിരുന്നു. എപ്പിസ് ഒരു വണ്ടർഫുൾ റെമഡിയാണ്, വേണോ എന്നെനിക്ക് സംശയം തോന്നിയായിരുന്നു. പക്ഷെ ഡോക്ടറുടെ അറിവില് ഞാൻ അഭിമാനം കൊള്ളാം. നല്ല അറിവ്. എനിക്ക് പ്രഫുൽ വിജയകറിന്റെ മെത്തേഡിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഇത് പ്രഫുൽ വിജയകറിന്റെ രീതിയിൽ തന്നെ പോകണമെന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിലൊക്കെ എത്തിച്ചേരാം. അങ്ങനെയാണ് സാറേ. കാരണം എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, മെന്റൽ സിംറ്റംസ് ഒന്നും കിട്ടുന്നില്ല സാറേ. അപ്പൊ ഞാൻ അവരുടെ ഫിസിക്കൽ സിംറ്റംസ് തന്നെയാണ് എടുത്തത്. ആ മകളടുത്ത് ചോദിച്ചു എന്താണ് ഈ അമ്മയുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞാൽ ചുമ്മാ അടങ്ങിയിരിക്കുകയില്ല, ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാ പുള്ളിക്കാരിക്ക് ഇഷ്ടം. എന്നിട്ട് അത് കയ്യിൽ നിന്ന് എല്ലാ സാധനം വീണു പോകും. ഞാൻ ആ പറഞ്ഞ വാക്കുകൾ തന്നെ എടുത്ത് റൂബ്രിക്കാക്കി അങ്ങ് മാറ്റി. അങ്ങനെയാണ് ചെയ്തത്. ഒരു സംശയം, ഡോക്ടർ ഹൈപ്പർടെൻസി കൊടുത്തിട്ട് പിന്നെ 200 പൊട്ടൻസി കൊടുത്തു. അതായത് അത് കൊടുത്തതിന് ഡോക്ടർ പറഞ്ഞ കാരണം ഈ 200 പൊട്ടൻസി ഈ സ്റ്റെം സെല്ലില് ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പ്രഫുൽ വിജയകർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞു. അതിന് എന്താണ് ഒരു തെളിവായിട്ടുള്ളത്? അല്ലാതെ തന്നെ ഹൈപ്പർടെൻസി കൊടുത്തല്ലോ, ഹൈപ്പർടെൻസി കൊടുത്ത സ്ഥിതിക്ക് അത് സ്റ്റെം സെല്ലിൽ തന്നെ ആക്ട് ചെയ്യേണ്ടതാണല്ലോ. പിന്നെ അത് ഡോക്ടറെ ഹനിമാൻ 221 അഫോറിസത്തിൽ പറയുന്നു, ലേറ്റന്റ് സോറ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മള് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. എന്ന് പറഞ്ഞാൽ ഡെലീരിയസ് സ്റ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞു, മാനിയക് സ്റ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞു. അവിടെ വെജിറ്റബിൾ ആയിട്ടുള്ള ഡ്രഗ് റെമഡീസ് കൊടുക്കണമെന്നാണ് ഹൈപ്പൊട്ടൻസിയിൽ തന്നെ ഹനിമാൻ പറയുന്നുണ്ട്. അക്കണൈറ്റ് പറയുന്നുണ്ട്, ഹയോസിയാമസ് പറയുന്നുണ്ട്, സ്ട്രമോണിയം പറയുന്നുണ്ട്, മെർക്കൂറിയസ് പറയുന്നുണ്ട്, അനാക്കാർഡിയം പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ റെമഡീസ് പറയുന്നുണ്ട്. അത് ഹൈപ്പൊട്ടൻസിയിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്ത് ലേറ്റന്റ് സോറെ കൊണ്ടുവരണം. നമ്മുടെ ഡിസീസിന് ലേറ്റന്റ് സോറ എന്ന് പറഞ്ഞാൽ കവിഞ്ഞ് ആള് സമാധാനിയായിട്ട് മാറണം. അത് കഴിഞ്ഞാലേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുക്കാവെന്ന് ഹനിമാൻ 222 പറയുന്നുണ്ട്. അത് നമ്മൾ സമയം കളയാതെ തന്നെ ഉടനെ കൊടുക്കണമെന്നാണ്.
കോൺസ്റ്റിറ്റ്യൂഷനിൽ ആന്റിസോറിക്ക് റെമഡി കൊടുത്തിരിക്കണം. അത് മീഡിയം പൊട്ടൻസി തന്നെയാണ് കൊടുക്കേണ്ടത്. ഹനുമാൻ അന്ന് യൂസ് ചെയ്ത ഏറ്റവും മീഡിയം പൊട്ടൻസി എന്ന് പറയുന്ന 200 പൊട്ടൻസിയാണ് ഉപയോഗിച്ചത്. അപ്പൊ അതിൽ തന്നെ ഹനുമാന് ക്യൂർ കിട്ടിയോണ്ടാണ്, എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് എഴുതി തന്നത്, ഓർഗനോണിൽ എഴുതി തന്നത്. അതുകൊണ്ട് തന്നെ അത് follow ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ഡോക്ടറോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ശോഭ ഡോക്ടർ സംസാരിക്കാം. ശോഭ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. ഡോക്ടറെ ശോഭ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. 1 മിനിറ്റ് ആണ് നമുക്കുള്ളത്. അൺമ്യൂട്ട് ചെയ്യാൻ ഡോക്ടറെ. ശോഭ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ശോഭ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അല്ലെ അറിയാതെ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഷഫീഖ് ഡോക്ടർ ഡോക്ടർക്ക് ഒരു നന്ദി കൂടി പറയണേ. ഷഫീഖ് ഡോക്ടർ, ഞാനും ഷഫീഖ് ഡോക്ടറുടെ ഭാര്യ മീനയും നമ്മള് ഗ്രേഡ് DT ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ 3 വർഷമായിരുന്നു പഠിച്ചതാണ്. അതിന് ക്ലാസ്മേറ്റിന് നന്ദി പറയാനുള്ള അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ഡോക്ടർ പോലെ വല്ല മെനക്കെട്ടിരുന്ന് മെഡിസിനൊക്കെ കണ്ടുപിടിക്കുന്ന ഡോക്ടർമാരെ ഉള്ളിടത്തോളം ഹോമിയോപ്പതിക്ക് വളരെ നല്ല ഭാവി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ കേസുകൾ ഇനിയും അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഫോറത്തിൽ വരിക. ഡോക്ടർ ഇപ്പൊ കണ്ടിട്ട് കുറെ ദിവസമായി. അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്താണ് ഇപ്പൊ അടുത്തൊന്നും കാണുന്നില്ലല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള വണ്ടർഫുൾ പ്രസന്റേഷനുമായിട്ട് വരിക. IFPHന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു ഷഫീഖ് ഡോക്ടറെ. ഏതായാലും പതിവ് പോലെ വളരെ നല്ല വെടിക്കെട്ട് ക്ലാസ് ആണ് നമുക്ക് കിട്ടിയത്. ഡോക്ടറുടെ കഴിവ് ശരിക്കും പറഞ്ഞാല് ഈ റൂബ്രിക്ക് കണ്ടെത്താനുള്ള ഡോക്ടറുടെ കഴിവ്, ഡോക്ടർക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല. വളരെ ഞാനിങ്ങനെ ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ബുദ്ധിമുട്ടില്ല. ഡോക്ടർ വളരെ റൂബ്രിക്ക് കണ്ടുപിടിക്കുന്നതും കറക്റ്റ് മെഡിസിനിലേക്ക് എത്തിച്ചേരുന്നതും അതിന്റെ ഫലം നമ്മുടെ മനുഷ്യർക്ക് കിട്ടുന്നതും എത്രയും നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുന്നതും. ഈ ക്ലാസ്സുമായിട്ട് ഡോക്ടർ വീണ്ടും വരണം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്ന് ഈ നല്ലൊരു ക്ലാസ് തന്ന അനിത സോമൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഇസ്മായിൽ സൈഡ് സാറിനും ഹരിഹരൻ സാറിനും അതുപോലെ ഷഫീഖ് ഡോക്ടറും ക്ലാസ്മേറ്റ് ആയ ഷഫീഖ് ഡോക്ടറിനും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1710 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു.